മനസ്സിലായി കഴിഞ്ഞു. എങ്കിലും തടഞ്ഞു നിർത്തിയപ്പോൾ അതാണ് അറിവ്. ഹനുമാൻ സ്വാമിയുടെ അറിവാണ് അവിടുത്തെ ഏറ്റവും കാര്യം. തടഞ്ഞു നിർത്തി ഭക്ഷിക്കണമെന്ന് പറയുന്നത് ഒരു യോജനയായിട്ട് നിന്നു. ഇത് വലുതായി വലുതാക്കി വീണ്ടും അതിനനുസരിച്ച് ഹനുമാൻ സ്വാമി വളർന്നു വന്ന് ഏകദേശം 30 യോജനയൊക്കെ കഴിഞ്ഞ് 50 യോജന ഒരു വാവ് തുറന്നപ്പോൾ ഹനുമാൻ സ്വാമി അങ്കുഷ്ടമില്ല ചെറിയ ശരീരം ആയിരുന്നു. അതാണ് ആ കഴിവ്, നേരത്തെ കൊടുത്ത കഴിവ് ഉപയോഗിച്ചത്. അതിൽ കൂടെ തമശിച്ചുകൊണ്ട് അതിനകത്തോടെ കയറി പുറത്തിറങ്ങി തൊഴുതു. അനുഗ്രഹിക്കണം മാതാവേ എന്ന് പറഞ്ഞ് മാതാവിനെ അനുഗ്രഹിച്ചു. നീ പോയിട്ട് വരിക, സീതാദേവിയെ കണ്ടെത്തുക, ശ്രീരാമനോട് വിവരങ്ങളെല്ലാം പറയുക, നീ സന്തോഷത്തോടെ പോയി വരിക എന്ന് പറയുന്ന രീതിയിലാണ്. അപ്പോഴാണ് ദേവന്മാരെല്ലാം പറഞ്ഞു, അവർ നിരീക്ഷിക്കുകയാണ്. ശ്രീരാമദേവന് തളർച്ച അല്ല, ഹനുമാൻ സ്വാമിക്ക് തളർച്ച വന്നു കഴിഞ്ഞാൽ അത് ഇതിനെ ബാധിക്കുമോ എന്ന് നോക്കിയിട്ട് അത് മൈനാകത്തോടെ പറഞ്ഞു. ഈ സമുദ്രത്തിൽ പൊങ്ങി വന്നിട്ട് അതില് ശ്രീരാമദേവൻ അല്ല ഹനുമാൻ സ്വാമിക്ക് തളർച്ച വീഴ്ത്തുന്നത് ശ്രീരാമദേവനാണ്. തളർച്ച വീഴണം എന്ന് പറഞ്ഞ് മൈനാകം പൊങ്ങിയൊന്നും പറഞ്ഞു. എണ്ണയിലിരുന്ന് തളർച്ചയൊക്കെ തീർത്ത് പനിയവും മതവും മാത്രമെല്ലാം കഴിച്ചിട്ട് പോവുക, ഒരു രക്ഷയില്ല. അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല അമ്മന് മൈനാകമായി. അങ്ങനെ ഞാൻ ഇടയിൽ ശ്രീരാമന്റെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി പോവുകയാണ്. ഇതിൽ ഒരു തടസ്സവും ഞാൻ ഒരിടത്തും നിൽക്കില്ല. എന്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ശ്രീരാമചന്ദ്രന്റെ കാര്യം മാത്രം സാധിച്ചെടുക്കുക. ശ്രീരാമചന്ദ്രന്റെ ഭക്തിയാണ് എന്റെ മനസ്സിലുള്ളത്. ആ ശ്രീരാമചന്ദ്രന്റെ മനസ്സിൽ ഉള്ള ഭക്തി എന്നിലുള്ളതുകൊണ്ട് ഞാൻ ഒരിടത്തും ഞാൻ നീക്കുകയില്ല. ഞാൻ പോയിട്ട് വരാം. ഒന്ന് തലോടി സന്തോഷമായി അനുഗ്രഹിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ ഒരു ഛായാഗ്രഹിണിയുണ്ട്, നിഴലിനെ പിടിച്ചു നിർത്തുന്ന ഛായാഗ്രഹിണിയാണ്. ആ ഛായാഗ്രഹിണിയെ പറ്റി ഞാൻ വേറൊരു ബുക്കിൽ വായിച്ച് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ സുഗ്രീവൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ കൂട്ടത്തോടെ പോകുന്ന ഒരു കാഴ്ചയുണ്ട്, കുഴപ്പക്കാരിയാണ്, നിഴലിനെ പിടിച്ചു നിർത്തുന്നതാണ്. അതുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് ഒരു സാക്ഷ്യമേ തോന്നിയില്ല. അത് പണ്ടുടനെ തന്നെ വീൺകാലുകൊണ്ട് കാലില്ല കാലുകൊണ്ട് തൊഴിച്ചു. അപ്പോ അതിന് വേറൊരു സംശയമേ അദ്ദേഹത്തിനുണ്ടായില്ല, അജ്ഞാനം. അത് കഴിഞ്ഞു ലങ്കാവതിലെത്തി. അവിടെ ചെന്നപ്പോ വൈകുന്നേരമായി. അവിടെ ചെന്ന് കണ്ടപ്പോൾ ഭയന്നുപോയി. ഈ ലങ്ക എന്താ ഇത്? അങ്ങനത്തെ 700 യോജന വിസ്തൃതിയുള്ള ലങ്കയാണ്. ഈ സമുദ്രത്തിന്റെ മധ്യത്തില് ത്രികൂടപർവ്വതം എന്ന് പറഞ്ഞ ഉന്നതമായ ആ മലയുടെ മുകളില് അതിമനോഹരമായ ഒരു നഗരം. അത് സൂര്യരശ്മികൾ ഏൽക്കുമ്പോൾ അത് മുഴുവൻ തിളങ്ങുകയാണ്. കാരണം കനകം, സ്വർണം ഇതെല്ലാം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് അതിമനോഹരം. അതിനകത്താണെങ്കിൽ അത് കഴിക്കുന്നുണ്ട്. ഇന്നാട്ടത്തിനകത്ത് പറയുന്നുണ്ട്, ശ്രീരാമൻ ചോദിക്കുന്നത് ലക്ഷ്മണൻ ഹനുമാൻ സ്വാമിയോട് ഞാനൊരു വിവരം തരാം. അപ്പൊ ഹനുമാൻ സ്വാമി പറയുന്നു, അവിടെ ചെല്ലുമ്പോ പുറത്ത് ഭയങ്കര കനക മതിലാണ്. അതിന് 4 വശത്തും 4 ഗോപുരം. അതിനുള്ളിലായിട്ട് വീണ്ടും 7 മതിലുകളാണ്. ഒരു മതില് വീണ്ടും അകത്ത് മതില്, വീണ്ടും അകത്ത് മതില്. അങ്ങനെ ഇതിനെല്ലാത്തിനും 4 മാളികകളുണ്ട്. അങ്ങനെ 28 മാളികകളാണ്. ആ മാളികകളിലുള്ള ചുറ്റിനും തടാകങ്ങളുണ്ട്. അത് കടന്നൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ, ലങ്കേശ്വരന്റെ വീട്ടിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ അതികഠിനമാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് ഹനുമാൻ സ്വാമി വിചാരിച്ചു എങ്ങനെ ഇതിനകത്ത് കടക്കും. അങ്ങനെയാണ് സൂക്ഷ്മ ശരീരനായിട്ട് ആ കഴിവ് പ്രയോഗിച്ച് അതിസൂക്ഷ്മ ശരീരനായിട്ട് പ്രവേശിച്ചു. ഉടനെ ലങ്കാലക്ഷ്മി എല്ലാവർക്കും അറിയാം, എല്ലാം വന്നു. ഒന്നും പറയണ്ടല്ലോ. ലങ്കാലക്ഷ്മിയുടെ വന്നു. ആ മോചനമൊക്കെ കിട്ടി. അവർക്ക് അടി കിട്ടി, മോചിപ്പിച്ചു. അവര് ലോകത്തേക്ക് ദേവലോകത്തേക്ക് പോയി. അത് കഴിഞ്ഞ് അമ്മത്തെ തിരിഞ്ഞ് നടന്നു.
അപ്പൊ ആരൊക്കെയാണ് സഹായിക്കുന്നത് നോക്കണം. ഇതൊക്കെ എന്തൊരു നെറ്റ്വർക്കാണ് എന്നുള്ളത്. ഈ ഹനുമാൻ സ്വാമി പോകുമ്പോൾ ഏതെല്ലാം നെറ്റ്വർക്കിൽ കൂടിയാണ് ദേവഗണങ്ങളിലെല്ലാം സഹായിക്കുന്നത്. ആ സമയത്ത് ലങ്കാലക്ഷ്മിയോട് നിർത്തി. ലങ്കാലക്ഷ്മിയോട് പറഞ്ഞു, നീ നിനക്ക് അടി കിട്ടുമ്പോൾ നീ പോലെ വാനരം വരുമ്പോൾ. അങ്ങനെ പറഞ്ഞപ്പോൾ അതിനൊരു വഴി തുറന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ട് നിന്ന് അവിടൊക്കെ നോക്കി കണ്ടില്ല. ഒരുപാട് പ്രശ്നങ്ങളും അതും ഇതുമെല്ലാം ഉണ്ട്. അത് പോകുന്ന വഴിക്ക് ഇത് കഴിഞ്ഞപ്പോൾ ലങ്കാലക്ഷ്മി പറഞ്ഞു, ഇങ്ങനെ ശിംശുഭാവൃക്ഷത്തിന്റെ ചുവട്ടില് ഇരിപ്പുണ്ട്, അവിടെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനിച്ച് പോയപ്പോൾ എവിടെയാ ശിംശുഭാവൃക്ഷം? അദ്ദേഹത്തിനെ ഈ കാറ്റോടുകൂടി കൊണ്ടുപോയി സീതാദേവിയെ കണ്ടു. ഇഷ്ടമായിപ്പോയി. അവിടെ ചെന്ന് കണ്ട സ്ഥിതി, കാരണം ആ ശിംശുഭാവൃക്ഷത്തിന്റെ ചുവട്ടിൽ സദാ രാമ 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 രാമേതി ജപിച്ചുകൊണ്ട് ഇരിക്കുക. വളരെ ക്ഷീണിച്ചു, വളരെ എപ്പോഴും ദുഃഖിച്ച് താഴെ കിടന്നു വിടുന്നു. അതെല്ലാം കഴിഞ്ഞ് അവിടെ ചെന്ന് മരത്തോട് മേലിൽ കയറി ഇത് ശിംശുഭാവൃക്ഷത്തിന്റെ മുകളിൽ കയറി ഇരുന്നപ്പോഴാണ് രാവണന്റെ വരവ്. രാവണന്റെ വരവ് വരുന്നത് യഥാർത്ഥത്തില് രാവണന് ശ്രീരാമന്റെ ബാണം കൊണ്ട് മരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ അറിയാം. ഞാനെയാണ് ഈ രാവണൻ 6 വർഷക്കാരനല്ല, ദുഷ്പ്രവൃത്തികളോടിക്കാനായതേ ഉള്ളൂ. ഓരോ തപസ്സുകൾ ചെയ്തിട്ടുള്ളതാണ്. സ്വന്തം കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് പല ഓരോന്ന് വെട്ടി അമർത്തും മാറ്റി തപസ് ചെയ്യുന്നതാണ്. അവസാനം ബ്രഹ്മാവ് വന്ന് സാഷ്ടാംഗം പറഞ്ഞാണ് വരങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ ആ കൊടുത്ത വരം മുഴുവനും ദുരുപയോഗം ചെയ്ത് അതാണ് ഭൂമിക്ക് ഭാരമായിട്ട്. അപ്പോ പിന്നെ രാവണനും മനസ്സിലാക്കി എന്നെ ഭഗവാൻ എന്നെങ്കിലും വധിക്കും. ആ വധത്തിന് താമസിക്കേണ്ട കാര്യമില്ല. ദേവിയെ ഞാൻ മോഷിച്ചു കൊണ്ടുവന്നു. അന്ന് 2 വ്യാഖ്യാനങ്ങളുണ്ട്. എങ്കിലും ഒരു വ്യാഖ്യാനം അത്യാത്മകമായിട്ടുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത് ദേവിയെ മോഷിച്ചുകൊണ്ട് വന്നത് ശ്രീരാമൻ ഓടിച്ചിങ്ങനെ വരുന്നതിന് അതല്ല എന്ന് ശൂർപ്പണഖ എന്ന് പിന്നെ രാവണനോട് പറഞ്ഞു, അങ്ങയുടെ ഭാര്യയായിട്ടിരിക്കാൻ യോഗ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ക്രൂവിയത്. അതൊരു വ്യാഖ്യാനം. ഏതായാലും പിന്നെ മരണം സുനിശ്ചിതമാണ്, ഞാൻ മോഷിച്ചുകൊണ്ട് വന്നു. എന്നിട്ടും ഭഗവാൻ ഓടിച്ചുടനേക്ക് വന്നില്ല. എന്നാൽ ഇന്നൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്ന് പറയുന്നത് ശ്രീരാമന്റെ ആജ്ഞയാല് ഒരു വാനരൻ സദൃശ രൂപത്തിൽ വന്ന് ഇവിടെ വന്ന് സീതാദേവിയെ കണ്ട വൃത്താന്തങ്ങളെല്ലാം അറിയിച്ച് തിരിച്ച് രാമന്റെ അടുത്ത് എന്ന് വിവരങ്ങളെല്ലാം പറയും. അപ്പൊ ഞാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വിവരം കിട്ടുന്നത്. അപ്പൊ വിചാരിച്ചു, എന്നാൽ എനിക്ക് മരണം കുറച്ചും കൂടെ നേരത്തെ ആക്കാം. ഈ വരുന്ന ദൂതൻ മുഖേന ഞാൻ കുറച്ചും കൂടി ദുഷ്വചനങ്ങൾ, വേണ്ടാത്ത വചനങ്ങൾ ഒന്നുകൂടി പറഞ്ഞു കൊടുത്ത് ഞാൻ കുറച്ചും കൂടി ഒന്ന് ചൂടാക്കിക്കാം. അതിന് ഹനുമാൻ സ്വാമി അവിടെ വന്നിരുന്ന് ഈ കുഞ്ഞി നീളത്തിൽ ആ രൂപത്തിൽ വന്നിരുന്ന് അത് ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് കൂടുതൽ ഒരുപാട് ശ്രീരാമനെ മുഴുവനും അധിക്ഷേപിക്കുന്ന വാക്കുകളാണ് പറയുന്നത്. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്. ശ്രീരാമദേവനെ ഈ അധിക്ഷേപിച്ച വാക്കുകളെല്ലാം തന്നെ ഒരു കണക്കില് ശ്രീരാമദേവന്റെ ഗുണങ്ങളെ വിവരിക്കുന്ന കാര്യങ്ങളാണ്. അത് വായിച്ചു നോക്കുമ്പോൾ പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അവന് പിന്നെ ധനികരെന്നോ പിന്നെ വളരെ ദരിദ്രരെന്നോ എന്നൊരു വ്യത്യാസം അവനില്ല എന്ന് ആരോടാണ് പറയുന്നത്? രാവണൻ സീതാദേവിയോടാണ് പറയുക. അപ്പൊ ഇതെല്ലാം അദ്ദേഹം കേൾക്കുന്നുണ്ട്. പിന്നെ വേറെയും പറയുന്നുണ്ട്, അവന് ജാതിഭേദമില്ല, അവന് യാതൊരു വികാരവും ഇല്ല. ഇതെല്ലാം ഭഗവാന്റെ ഗുണങ്ങളാണ്. ഭഗവാനൊന്നും ഒരു ആരുടെ ദേഷ്യമൊന്നുമില്ല.
അദ്ദേഹം നിർവികാരം തന്നെയാണ്. അതെല്ലാം തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ പിന്നിലൊന്നും ഒരു ആശയമില്ല എന്നെല്ലാം പറഞ്ഞ അധിക്ഷേപ വാക്കുകൾ. ഈ അധിക്ഷേപ വാക്കുകൾ ഈ കൂടുതലും വിഭീഷണന്റെ ആ പിന്നെ പിന്നെ പ്രാർത്ഥനയിൽ എന്താന്ന് പറയുന്നത് വിഭീഷണ സ്തുതിയിലൊക്കെ കേട്ടാൽ അറിയാം ആ വാക്കുകൾ. ആ വാക്കുകളൊക്കെ തന്നെയാണ് ഇദ്ദേഹം പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് നിന്നിൽ ഇനി അവനൊരാശയമില്ല, അവൻ വരികയില്ല, ശക്തിയിലാണ് അവൻ നിന്നെ വിട്, ഇനി എന്നെ നീ പിന്നെ ഞാൻ നിന്റെ ദാസനാണ് എന്നെല്ലാം പറഞ്ഞ് കാലിൽ നമസ്കരിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒരു പുല്ലിൻ്റെ മണ്ട എടുത്ത് നടുക്കപ്പെട്ടു. അതിൻ്റെ അർത്ഥം ഇത്രയും ത്രിലോകനാഥനായ രാവണനെ എനിക്കിതാണ്. പക്ഷെ അത് സീതാദേവി പറയില്ല. സീതാദേവി പറയാൻ പറ്റത്തുമില്ല. കാരണം അത്രയ്ക്ക് മാന്യമാണ്. അതിൽ നിന്നല്ല ആയി. അപ്പൊ അത് കഴിഞ്ഞ് രാവണൻ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. പിന്നെ 2 മാസം കൂടെ അപ്പോൾ വെട്ടാനായിട്ട് പാടോക്കിയപ്പോൾ മണ്ടോദരി വന്നു. മണ്ടോദരി വന്നു പെട്ട് മൂഢപ്രഭോ. മണ്ടോദരി വിളിക്കുന്നത് മൂഢപ്രഭോ പെട്ട്. ഇത്ര വിഷമിച്ചിരിക്കുന്ന ഒരു സ്ത്രീയോട് നമ്മളിങ്ങനെ ചെയ്യരുത് എന്ന് വീരന്മാർക്ക് ചേർന്ന ഹനുമാൻ സ്വാമി പറഞ്ഞു, ഈ എൻ്റെ ലക്ഷ്യം ഞാൻ കണ്ടു. എന്താണ്? സീതാദേവിയെ കാണുക, ഞാൻ പിന്നെ വിവരമെല്ലാം പറയുക. സീതാദേവിയെ കണ്ടു, സീതാദേവിക്ക് ഒരു സംശയം, ഇങ്ങനെയുള്ള അതായത് ചെറിയ കുരുവിയുടെ സൈസിലുള്ള ഒരു ജീവിയായിട്ടാണ് ഈ ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞത്. അത്രയ്ക്ക് ചെറുതാണ്. അപ്പോൾ സംശയം വിവരമെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അടയാളം കൊടുക്കും, സന്തോഷമായി എല്ലാം കരഞ്ഞു. കരഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് നീ എന്നെ രക്ഷിക്കാൻ പറയണം എന്നെല്ലാം പറയുന്നത്. അതൊക്കെ ഉടനെ വരും എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിന്നെപ്പോലുള്ള ഇങ്ങനെയുള്ള ജീവികൾ, ഈ കൊച്ചു മനുഷ്യര്, ആ കൊച്ചു വാനരന്മാര് എങ്ങനെയാണ് ഈ ലങ്കാസമുദ്രമൊക്കെ കടന്നു വന്ന് ഈ നിശാചരന്മാരെ എല്ലാം കൊന്ന് ഈ പിന്നെ എന്നെ വീണ്ടെടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഹനുമാൻ സ്വാമി ചിരിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് വളരെ വിനയമായിട്ട് ദേവിയെ കണ്ടേന്നാണ് മരത്തിലിരുന്ന് കണ്ടപ്പോൾ പറഞ്ഞത്. എൻ്റെ ദേവിയെ ഞാൻ കണ്ടേ, ഞാൻ കൃതാർത്ഥനായി, ഇനി എനിക്കൊന്നുമില്ല, എനിക്ക് ശ്രീരാമചന്ദ്രനോട് ഇത് പറഞ്ഞാൽ മാത്രമേ എൻ്റെ ലക്ഷ്യം ഇത് ഞാൻ കണ്ടു. അത് അപ്പോഴേ ഹനുമാൻ സ്വാമി തനി രൂപത്തിലൊക്കെ പറഞ്ഞു ഭീമാകാരനായിട്ട് പറഞ്ഞു, പേടിക്കേണ്ട ദേവി ഇത്തരം ഒരുപാടുണ്ട്. 21 വെള്ളപ്പടം വരുന്ന ആ വെള്ളത്തിൻ്റെ അളവ് പറയാൻ. അപ്പൊ അതുകൊണ്ട് സീതാദേവി സന്തോഷമായി. സീതാദേവി എളുപ്പം പോയി വരിക എന്ന് അനുഗ്രഹം കൊടുത്തു. ഉടനെ ഒരു ചെറിയ അവിവേകം അദ്ദേഹം കാണിക്കാൻ പറ്റും. അവിവേകമല്ല, ഈ ദൂതന്മാരെ ഈ ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പറഞ്ഞു, ഞാനിവിടെ വന്ന് സീതാദേവിയെ കണ്ടു, അത് ശരി, ഇനി ഇത് ലങ്കേഷൻ അറിയണ്ടേ, ഞാനിവിടെ വന്നിരുന്നതും ശ്രീരാമൻ വരുമെന്നും ഒരു അഹങ്കാരത്തോടുകൂടി ലങ്കേശൻ്റെ അവിടെ ചെല്ലാനായിട്ട് ഉദ്യാനങ്ങളെല്ലാം ആട്ടിച്ചു പൊട്ടിച്ചു. വേറെ വാക്കൊന്നുമില്ല അവിടെ ചെല്ലാൻ. എല്ലാം ആട്ടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇത് പറഞ്ഞു. ഓരോ സൈന്യം ഓരോരുത്തരെ അങ്ങോട്ട് വിട്ടു. അവരെ എല്ലാം തവിട് കൂടിയാക്കി. ഇളയ മകൻ അക്ഷകുമാരൻ വന്നു. അക്ഷകുമാരൻ പറഞ്ഞ അക്ഷ ദുഃഖിക്കല്ല, ഞാൻ പോയി അവനെ നശിപ്പിച്ചിട്ട് വരാൻ ചെന്നു. അവസാനം അക്ഷകുമാരനെയും ഇതേപോലെ നശിപ്പിക്കും. ഒന്നും ഇത് കേട്ടപ്പോൾ രാവണൻ നമ്മുടെ മകനല്ലേ ദുഃഖിതനായിട്ട് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ പോവുകയാണ്. ആരെ? ഇന്ദ്രജിത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോവുകയാണ്. ഈ അക്ഷകുമാരൻ്റെ ബാക്കി സംസ്കാര കർമ്മങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ അവനെ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ ബാക്കി ചെയ്തതാണ്. അത്രയ്ക്ക് വാശിയോടെ എഴുന്നേറ്റപ്പോൾ ഇന്ദ്രജിത്ത് പറഞ്ഞു, അച്ഛ പിതാവെ വിഷമിക്കണ്ട, ഞാൻ പോയിട്ട് വരാം.
ഞാൻ കൊണ്ടുപോയി അതിനെ ഭരിക്കാം, അത് പറ്റിയില്ലെങ്കിൽ എനിക്ക് മരണം ഭയം അവനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവന് മരണം ഏൽക്കുകയില്ലെങ്കിൽ അവനെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ബന്ധിച്ച് ഞാനിവിടെ കൊണ്ടുവരാം. സന്തോഷമായി ഇന്ദ്രജിത്ത് അവിടെ ചെന്ന് പല ആയുധങ്ങളും പ്രയോഗിച്ചു. ഇവിടെ ഇരുമ്പും മുസ്ലവും അങ്ങനെയൊക്കെ ഉള്ളത് ചാടി വീഴുക അങ്ങനെയൊക്കെയായി. ഇന്ദ്രജിത്തിന്റെ അസ്ത്രങ്ങളെല്ലാം ഈ ഹനുമാൻ സ്വാമിയുടെ ദേഹത്ത് പതിച്ചെങ്കിലും അദ്ദേഹത്തിന് ചിരഞ്ജീവി എന്നുള്ള ആ മരം, അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഓരോ ഗുണമുണ്ടായി. അതവിടെ പ്രയോഗം രക്ഷപ്പെട്ടു. അതൊന്നും ഏറ്റില്ല. അവസാനം ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം ചെയ്ത് ബന്ധിച്ച് പിതാവിൻ്റെ കയ്യിൽ കൂട്ടിക്കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, പിതാവെ ഇനി എന്താ വേണ്ടത് ചെയ്തോ, യവനാൾ ചില്ലറക്കാരനല്ല, നമ്മൾ വിചാരിക്കുന്ന പോലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരി, ഇവിടെ ആരുമില്ല. അപ്പോൾ എന്താണ് എന്നോട് ചോദിച്ചു, ആരാണ് നീ ആരാണെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ശ്രീരാമദാസൻ, ശ്രീരാമേന്ദ്രൻ്റെ ദാസനാണ്. ഇന്ന കാര്യം അയോധ്യയിൽ നിന്ന് അവർ ദർശനായിട്ട് പോയപ്പോൾ നീ അവൻ സീതാദേവിയെ മോഹിച്ചുകൊണ്ട് പോയില്ലേ എന്നും പറഞ്ഞ് ഈ ഹനുമാൻ സ്വാമിയുടെ വായിൽ വരുന്ന നല്ല ഒരുപാട് ദേഷ്യം വരുന്ന ഒരുപാട് വാക്കുകൾ പ്രയോഗിക്കുക, എങ്ങനെയെങ്കിലും അയാൾ ചൂടായിട്ടിറങ്ങിയ. അതുകൊണ്ട് നീ രാക്ഷസ കുലത്തിൽ പറഞ്ഞവനല്ലേ, ആണെങ്കിലും നിന്റെ വംശം നിനക്ക് വംശശുദ്ധിയുള്ളവനാണ്. കാരണം ഈ രാവണന്റെ അതായത് ബ്രഹ്മാവിന്റെ മകനായ പുലസ്ത്യ മഹാമുനി, ആ പുലസ്ത്യ മഹാമുനി വലിയ ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്. ഒരുപാട് യാഗങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വലിയ, അതിന്റെ മകനാണ് വിശ്വസ്. ആ വിശ്വസിന്റെ മകനാണ് രാവണൻ. അപ്പോ നിനക്ക് വംശശുദ്ധിയുണ്ട്, നിനക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിനക്ക് മനസ്സിലാക്കും. നിന്റെ ഈ ദുഷ്ചിന്തകളൊക്കെ മാറ്റി, ഈ നല്ല ദുഷ്ചിന്തകളെല്ലാം മാറ്റി നല്ല മനസ്സോടുകൂടി ജീവിക്കുക എന്നെല്ലാം പറഞ്ഞ് ഉപദേശിച്ചു. അപ്പോൾ അത് പറഞ്ഞിട്ടൊന്നും അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഇവനെ വെട്ടി നോക്കുവാനായിട്ട് ആജ്ഞാപിച്ചപ്പോൾ ഭാഗവതോത്തമനായ ഭീഷ്മൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേ, നമ്മുടെ വാലിൽ അഗ്നി കൊടുക്കുക, കുരങ്ങന്മാർക്ക് വാലിന്മാർക്ക് വാലിലാണ് ശരീരം. അതുകൊണ്ട് അവനെ ഏറ്റവും വലുതായിട്ട് ചുറ്റിച്ച് തീ കൊടുത്തി എല്ലായിടത്തും കള്ളനാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. വളരെ വേഗത്തിൽ പറയാട്ടോ, സമയമില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ അതിനകത്തൊക്കെ ഒരു കാര്യമുള്ളൂ. ഈ രാവണന്റെ മുമ്പിൽ വന്ന് ഇത് തത്വോപദേശം കൊടുക്കാനായിട്ട് നിന്നിരുന്നപ്പോൾ ഈ ഹനുമാൻ സ്വാമി ഇന്ന് വാല് ചുരുട്ടി രാവണന്റെ കസേരക്ക് നേരെ ഒരേ ലെവലിലായി. സാധാരണ അങ്ങനെ ഇരിക്കാൻ പേടിയാണ്. മഹാരാജാവും ചക്രവർത്തിമാരുടെയും അവിടെ ഇരിക്കുന്നു. താഴെയാണ് മന്ത്രിമാർ, കൊച്ചു യുവരാജാക്കന്മാർക്ക്. അപ്പോൾ ഈ രാവണന്റെ നേരെ തന്നെ ഇരുന്ന് ഈ വാല് ചുറ്റി പൊക്കി സ്വന്തമായിട്ട് കസേര ഉണ്ടാക്കി ഇത് കഴിഞ്ഞപ്പോൾ രാവണൻ തന്നെ അത് വലിയ ദേഷ്യമായി. അപ്പോഴാണ് ഇയാളുടെ വാലിൽ ചുറ്റിയൊക്കെ വിട്ടത്. വെട്ടി നോക്കാൻ പറഞ്ഞു. അവസാനം തടഞ്ഞ് അങ്ങനെ വാലിൽ അഗ്നി പുറത്തീക്കൊരു എല്ലായിടം വിടാൻ പറഞ്ഞു. അങ്ങനെ എല്ലായിടത്തും ഒന്ന് പത്രങ്ങളും സാരിയും എല്ലാം കൊണ്ടുവന്ന് എണ്ണയെല്ലാം കൊണ്ടുവന്ന് ആരെയും കൊണ്ടിരിക്കുക. അത്ഭുത ശുദ്ധിയായി. അത് കഴിഞ്ഞ് മതി, ഇതിൻ്റെ അറ്റത്ത് കത്തിച്ചോളാൻ പറഞ്ഞു. കത്തിച്ചു കഴിഞ്ഞപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ഉദ്യോഗം മാറി. അദ്ദേഹത്തിനെ കെട്ടിയിട്ടിരുന്നു. ആ കെട്ടിയിട്ടിരുന്നതെല്ലാം ഇദ്ദേഹം ചെറുതായപ്പോഴത്തേക്ക് സൃഷ്ടിച്ചു. അദ്ദേഹം പുറത്തിയാടി വീണ്ടും ഭീമാകാരനായി അങ്ങ് സകല ഓവിലങ്ങളിലൊക്കെ ചാടി സകലതും നശിപ്പിച്ച് അഗ്നിക്കിടയാണ്.
പക്ഷെ അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, എത്രയും അത് നശിപ്പിച്ചെങ്കിലും വീണ്ടും ആ ലങ്കാനഗരം വീണ്ടും വന്നു. അത് എന്താ കഴിയുമെന്നുള്ളത് ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമിയുടെ ദേഹത്ത് അഗ്നി പതിച്ചില്ല, നേരത്തെ കൊടുത്തോ അദ്ദേഹം ചെന്ന് സമുദ്രത്തിൽ ചെന്ന് വാനൊക്കെ പിന്നെ തീ അടച്ച് എല്ലാം തിരിച്ച് ചെന്ന് ദേവിയോടെ പറഞ്ഞു, ഞാനൊപ്പം തന്നെ പോകുന്നുണ്ട്, അനുവാദം വാങ്ങിച്ചു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചിട്ട് തിരിച്ചു ചെന്ന് പിന്നെ മാധുവനം ഒക്കെ സന്തോഷിച്ച് തിരിച്ച് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര സന്തോഷമായി. അവിടെ ചെന്ന് എല്ലാവരെയും കണ്ടു. ശ്രീരാമൻ തന്നെ കണ്ടു പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ ആലിംഗനം ചെയ്തു. ദേവന്മാർക്ക് പോലും അസാധ്യമായ കാര്യം നീ ചെയ്തതെന്ന്, ഈ ഉപകാരം ഒരിക്കലും ആക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ആശ്ലേഷിച്ചു. ശ്രീരാമചന്ദ്രൻ്റെ ആശ്ലേഷം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പുണ്യഭാഗ്യം തന്നെ വേണ്ടതാണ്. അത് മതിയായിരുന്നു ഹനുമാൻ സ്വാമി. ബാക്കിയുള്ള പോവുകയാണ്. അടയാളവാക്യം അതിലോട്ടൊന്നും കയറിയില്ല കേട്ടോ. അടയാളവാക്യം പറഞ്ഞത് രണ്ടടയാളവാക്യമാണ്. ഒന്ന് ശ്രീരാമചന്ദ്രൻ ഹനുമാനോടെ ഒരടയാളവാക്യവും അങ്കുലികവും. യഥാർത്ഥത്തിൽ അധ്യാത്മരാമായണത്തിനകത്ത് ആ അടയാളവാക്യത്തെ പറ്റി ഒന്നും കാര്യമായിട്ട് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഹനുമാൻ ലങ്കയെ തീ വെച്ച് നശിപ്പിച്ചു, അത് ഉടൻ തന്നെ പുനർജനിച്ചു എന്ന് പുനർജനിപ്പിക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അത് 3500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ കഠിനാധ്വാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രവൃത്തിയും ചെയ്യാൻ കഴിയും എന്നൊരു സന്ദേശം എഴുത്തച്ഛൻ അല്ലെങ്കിൽ വാൽമീകി ഈ രാമായണത്തിലൂടെ നമുക്ക് നൽകുകയാണ്. അതിന് ഉദാഹരണമാണ് 2000 ജപ്പാൻ തകർത്ത് മണ്ണെറിഞ്ഞപ്പോൾ അവരത് അതിനേക്കാൾ മനോഹരമായി ഇപ്പോൾ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം മനുഷ്യന്റെ കഠിനാധ്വാനത്തിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നൊരു സന്ദേശം അദ്ദേഹം പറഞ്ഞ കഥയിലൂടെ നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനോഹരമായ വേറെയും കാര്യങ്ങളുണ്ട്, അത് പറയുന്നില്ല. ആ ആദർശങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനവധി ആദർശങ്ങൾ നിറഞ്ഞതാണ് രാമായണം എന്ന് എല്ലാവരും മനസ്സിലാക്കാൻ ഇനി അടുത്തൊരു നല്ല സത്സംഗത്തിനായി നമുക്ക് കാത്തിരിക്കാം. അദ്ദേഹത്തിന് മാതൃസമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.